ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ulli Kitchen ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ചിക്കൻ്റെ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം സവാള കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഉള്ളി ചിക്കൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെ ഉള്ളി ചിക്കൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവില്ല. ഇപ്പോൾ നമ്മൾ സവാളയെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒനിയൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3ഉം ചതച്ചെടുത്തത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വീതം എടുത്താൽ മതി. പിന്നെ കറിവേപ്പില, നാരങ്ങ നീര്, അതുപോലെ ഓയിൽ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ ഒനിയൻ്റെ, ആ ഒരു ഓയിൽ നമ്മളിതിലേക്ക് യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഫ്രൈ ചെയ്ത ഒനിയനൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് ചിക്കനിലേക്ക് നല്ലപോലെ മിക്സായിട്ട് വരുള്ളൂ. അപ്പം കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് കളറും കൂടെ വേണ്ടതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലായാലും കുഴപ്പമില്ല. അപ്പം നല്ലപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 20 മിനിറ്റ് നല്ലപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ചിക്കനിന്നൊക്കെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചിക്കനൊക്കെ കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒനിയനില്ലേ, അത് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ ശേഷം മാത്രം കേട്ടോ നമ്മൾ ഈ ഒനിയൻ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒനിയൻ ചേർത്തിട്ട് ഒരുപാടൊന്നും ആവാനില്ല. അപ്പോൾ ഒനിയനും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ചായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് ചോറിൻ്റെ ഒപ്പമായാലും ചപ്പാത്തി, പത്തിരി, അതുപോലെ പൊറോട്ട എന്തിൻ്റെ ഒപ്പവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye bye. Thank you for watching.